ഓം ശാന്തി. പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ എല്ലാ പരിശ്രമം നടത്തി നോക്കിയിട്ടും ലോ ഓഫ് അട്രാക്ഷൻ സക്സസ് ആവാതെ വരുമ്പോൾ സങ്കടപ്പെടുന്നവരുണ്ട്. ഇന്ന് ആ സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി, അഥവാ എന്തുകൊണ്ടാണ് എനിക്കിത് നടക്കാത്തത്, എനിക്കൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരിക്കലും ഒരാൾക്കും തന്നെ ഒരു നിയമവും പ്രാവർത്തികമാവാതിരിക്കുന്നില്ല. നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളാണ്. ഒരു സത്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ഈശ്വരൻ ഈ ഭൂമിയിൽ ഒരു ജീവാത്മാവിനെക്കുറിച്ചും ഒരു പക്ഷഭേദവും ഇല്ല. തൻ്റെ എല്ലാ മക്കളും സന്തോഷമായിരിക്കണമെന്നും ഈ സൃഷ്ടിയിലെ എല്ലാ ജീവാത്മാക്കളും സന്തോഷവും സുഖവും അനുഭവിക്കണം എന്നും ആഗ്രഹിക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് ഒരു ജീവാത്മാവിന് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കുകയും മറ്റൊരാളുടെ ജീവിതത്തിൽ ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുക, അങ്ങനൊരു കാര്യം ഭഗവാൻ ചെയ്യുന്നില്ല. എന്തൊക്കെയോ കർമ്മങ്ങൾ കൊണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ സംഭവിച്ചു പോയ പല കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥകൾ ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ ആർക്ക് സാധിക്കുന്നോ അവർക്കാണ് തൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ അതിജീവിക്കുക എന്നുള്ളത് അതും ചിലർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണോ? അതും ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ എന്നെ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ, ഞാനും ഭഗവാനും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, ഈ ഭൂമിയിൽ എന്താണ് എനിക്ക് അവകാശപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു അറിവിൻ്റെ കുറവ് കൊണ്ടാണ് എന്തെങ്കിലും നമുക്ക് നഷ്ടം വരുന്നുണ്ടെങ്കിൽ അത് വരുന്നത്. അതെന്താണ് ആ അറിവിൻ്റെ കുറവ്? ഭഗവാന്റെ എല്ലാ മക്കളും, ഒരച്ഛന് ഒരു 100 മക്കളുണ്ടെങ്കിലും ഒരച്ഛൻ കോടിപതിയാണെങ്കിൽ ആ സ്വത്തിൻ്റെ അവകാശം എല്ലാ മക്കൾക്കുള്ളതാണ്. അതിൽ അച്ഛന് ഇഷ്ടപ്പെട്ട മക്കളുണ്ടാവായിരിക്കും, ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവായിരിക്കാം. എന്നാൽ പോലും എല്ലാ മക്കൾക്കും അച്ഛൻ്റെ സ്വത്തിൽ അവകാശം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൃഷ്ടിയിൽ പരമാത്മാവിൻ്റെ രചനയായിരിക്കുന്ന ഈ ഭൂമിയിൽ എല്ലാ സുഖവും സമ്പത്തും ഭഗവാന്റെ മക്കളായിരിക്കുന്ന എല്ലാ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ ചിലർ തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ബന്ധിതമാക്കപ്പെട്ട് ആ ഒരു കുരുക്കിൻ്റെ ഉള്ളിൽ കുഴുങ്ങിപ്പോയത് കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റാത്തത്. ആ കുരുക്കിനെ പൊട്ടിക്കാനുള്ളതായിരിക്കുന്ന വഴിയാണ് നമ്മുടെ കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക എന്നത്. എന്തിൻ്റെ ആധാരത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം? അതും പറയുമ്പോൾ കുറേ പേര് പറയാറുണ്ട്, ഒരു വിജയം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അടുത്ത വിജയം കിട്ടും എന്ന സന്തോഷവും സംതൃപ്തിയും വരെയും അത് വീണ്ടും വീണ്ടും അതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് ഊർജം തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ വിജയിക്കാത്ത സമയം വരെ എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലും സംശയം, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ അവിടെ സംശയം പറ്റൂ ഇല്ലേ എന്നുള്ള വിചാരം. അത് സൂക്ഷ്മ സ്വരൂപത്തിൽ അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന അറിയുന്ന രൂപത്തിൽ, അറിയാത്ത ഭാവത്തിൽ, ബോധ മനസ്സിൽ, ഉപബോധ മനസ്സിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കതിൽ നിന്ന് പൊട്ടിച്ച് പുറത്തു വരാൻ പറ്റാത്തത്. അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ഈ സൃഷ്ടിയിലെ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ മക്കളാണ്. ഭഗവാന്റെ മക്കളായതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എൻ്റെ സ്വപ്നം എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലും കർമ്മങ്ങൾ കൊണ്ട് കുരുക്കി വെച്ച ആ കുരുക്കിനെ പൊട്ടിക്കാൻ വേണ്ടി മറ്റൊരു എനർജിക്കും അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. പറ്റുന്ന ഒരൊറ്റ കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സങ്കല്പത്തിൻ്റെ ശക്തി മാത്രമാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇക്കാര്യം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഭഗവാന്റെ രചനയാണ്, ഈശ്വരൻ്റെ പുത്രനാണ് അഥവാ പുത്രിയാണ് എന്ന് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ, എന്നാൽ അടുത്ത് നിങ്ങൾക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. കാരണം ഭഗവാന്റെ കുട്ടിയാണെങ്കിൽ, ഈശ്വരൻ്റെ മക്കളെല്ലാവരും തന്നെ, ഈശ്വരൻ സർവശക്തിവാനാണെങ്കിൽ നമ്മളെല്ലാവരും മാസ്റ്റർ സർവശക്തിവാന്മാരാണ്. ഭഗവാന്റെ സമ്പത്തായ സർവശക്തികൾ അത് നമ്മുടെയും സമ്പത്താണ്. ഒരു പക്ഷേ ഇന്നത് ഉണർന്ന ഭാവത്തിലുണ്ടാവാം, അല്ലെങ്കിൽ അത് ഉറങ്ങിക്കിടക്കുന്ന ഭാവത്തിലുണ്ടാവാം. ഉറങ്ങിക്കിടക്കുന്ന ഭാവത്തിലുള്ളതിന് ഉണർത്തിയെടുക്കാനുള്ളതായിട്ടുള്ള വഴി എന്താണ്? ഉറങ്ങുന്ന ഒരാളെ ഉണർത്താൻ വേണ്ടി നമ്മൾ കുലുക്കി വിളിക്കും, അല്ലെങ്കിൽ പേര് വിളിക്കും. വാതിൽ അടച്ചിരിക്കുകയാണെങ്കിൽ ഡോറിൽ മുട്ടി വിളിക്കും. ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്ന രീതി. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ കോൺഫിഡൻസിനെ ഉണർത്തിയെടുക്കാനുള്ള വഴി എന്താണ്? അതിനുതകുന്നതായിരിക്കുന്ന സങ്കല്പത്തിനെ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യുക. അതായത് ഉപബോധ മനസ്സിൻ്റെ വാതിലിൽ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം മുട്ടുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പഴയ സങ്കല്പത്തിൻ്റെ ബിലീഫിൻ്റെ പവർ കുറയും. പകരം നിങ്ങളുടെ പുതിയ പവർഫുള്ളായിട്ടുള്ള തോട്ട് അവിടെ എനർജി റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി
ഏറ്റവും നല്ല സങ്കല്പമാണ് ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാണ്, ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്, ഈശ്വരൻ എൻ്റെ അച്ഛനാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ 3 ശബ്ദത്തിലും നിങ്ങൾക്ക് ഏത് തോട്ടാണോ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത് ആ തോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തോളൂ. ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണെന്നാണെങ്കിൽ അതിനേക്കാൾ പവർഫുള്ളാണ്, ഏറ്റവും പവർഫുൾ തോട്ട്സാണ് ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാണ്, ഭഗവാൻ സർവശക്തിവാനാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഭഗവാൻ സർവശക്തിവാൻ എൻ്റെ കൂടെയുണ്ട്. ഇത്തരം സങ്കല്പധാരനെ ഓരോ മണിക്കൂറിൽ 1 പ്രാവശ്യം വീതം മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാം. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ സാമീപ്യത്തെ ഫീൽ ചെയ്യുക, ആ പ്രകാശം നിങ്ങൾക്ക് എനർജി ചൊരിയുന്നതായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങളെല്ലാ നെഗറ്റിവിറ്റിനെയും പൊട്ടിച്ചു കളഞ്ഞു, ഞാൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞു, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന് സങ്കല്പിക്കുക. ഇത് 1 മണിക്കൂറിൽ 1 പ്രാവശ്യം വെച്ച് ഈ തോട്ട് ക്രിയേറ്റ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും സാധിക്കുമെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ സ്റ്റേജ് എന്തും ആയിക്കോട്ടെ അതിനെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഏറ്റവും പവർഫുൾ സ്റ്റേജിലേക്ക് നിങ്ങളുടെ മനോബലത്തിന്, മനഃശക്തിനെ വർദ്ധിപ്പിക്കാനും വളരെ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിക്കാനും, കണ്ടിന്യൂസ് ആയിട്ട് ആ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ആ സ്റ്റേജിലെത്തി ആ എനർജി റിസീവ് ചെയ്യുമ്പോൾ പതുക്കെ നിങ്ങളറിയാതെ നിങ്ങളുള്ള മാറ്റം വരും. എനിക്കിതാവില്ല, ഞാൻ ശ്രമിച്ചു കിട്ടുന്നില്ല, ഈ ഫീലിംഗ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ തോട്ട് നിരന്തരമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. 1 മണിക്കൂറിൽ മിനിമം 1 പ്രാവശ്യം, പറ്റുമെങ്കിൽ 10 പ്രാവശ്യം ജസ്റ്റ് ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യണം, ഒന്ന് ഫീൽ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഓർമ്മിച്ച് അലാം വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതികൾ ഉപയോഗിച്ചിട്ടോ, അമ്മമാർ സാരിയുടെ തലയ്ക്കൊരു കെട്ടിട്ടിട്ടോ, അച്ഛന്മാർ പോക്കറ്റിൽ പേപ്പർ ആക്കിയിട്ടോ, മൊബൈൽ അലാം വെച്ചിട്ടോ 1 മണിക്കൂറിൽ 1 പ്രാവശ്യം എന്ന രീതിയിൽ ആദ്യം നിങ്ങൾ തോട്ട് ക്രിയേറ്റ് ചെയ്യേ, വിഷ്വലൈസ് ചെയ്യേ, എനർജി റിസീവ് ചെയ്യാൻ തുടങ്ങും. കഴിയുന്നത്ര തവണ നമ്പർ കൂട്ടൂ. എത്ര തവണ നമ്പർ കൂട്ടുന്നുണ്ടോ അത്രയും വേഗം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെ ആർജിക്കാനുള്ളതായിട്ടുള്ള ഊർജ്ജം ഉണർന്നു വരും. അതനുസരിച്ച് എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്ത് ഫീൽ ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന തോട്ട്സ് എനർജറ്റിക് ആവാൻ തുടങ്ങും. നമുക്ക് വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഈ പ്രപഞ്ചവും ഭഗവാനും നമ്മുടെ വാക്ക് കേൾക്കാൻ തുടങ്ങും. നമ്മളിലേക്ക് അതിനെ ആകർഷിക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ചെറിയ എക്സസൈസ് നിങ്ങൾ ചെയ്യണം. കോൺഫിഡൻസ് ലെവൽ ഡെവലപ്പ് ചെയ്യണം. ഏതവസ്ഥയിലോ ആയിക്കോട്ടെ, ഇന്ന് ഒന്നുമില്ലാത്ത ശൂന്യതയിലാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ 100% എത്താനുള്ള മന്ത്രവിദ്യയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ ചെയ്തു നോക്കണം. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.